JEE Main 2024 Phase 1 31st January ഷിഫ്റ്റ് 1 ചോദിച്ച ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 18. സോ നമുക്ക് രണ്ട് ലിസ്റ്റുകളുണ്ട്. ഈ രണ്ട് ലിസ്റ്റുകളും മാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ ചോദ്യം. ചാപ്റ്റർ ബയോമോളിക്യൂൾസ്, ഗ്ലൂക്കോസിൻ്റെ റിയാക്ഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ചോദ്യം. സോ ലിസ്റ്റ് 1 ABCD കൊടുത്തിരിക്കുന്നത് റിയാക്ടൻറ്റും റിയേജൻറ്റുമാണ്. ലിസ്റ്റ് 2 1 2 3 4 കൊടുത്തിരിക്കുന്നത് കറസ്പോണ്ടിങ് പ്രൊഡക്റ്റാണ്. സോ ഗ്ലൂക്കോസ് സോഡിയം ബൈകാർബണേറ്റുമായിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഒന്നും ഉണ്ടാവില്ല. ദർ ഇസ് നോ റിയാക്ഷൻ. സോ എ ഷുഡ് ബി മാർക്ക് ടുവേർഡ്സ് 2. ഇനി ഗ്ലൂക്കോസ് HNO3 ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, HNO3 നമുക്കറിയാം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഞാനിതിനെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് എഴുതുകയാണ്. സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? സാക്കറിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ ബി ഷുഡ് ബി മാർക്ക് ടുവേർഡ്സ് 4. ഗ്ലൂക്കോസ് HI ആയിട്ട് ലോങ് ടൈം ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൂക്കോസിലെ എല്ലാ ഓക്സിഡൈസ്ഡ് ഗ്രൂപ്പുകളും റെഡ്യൂസ് ആവും ടു ഹൈഡ്രോ കാർബൺ ലെവൽ. സോ ഗ്ലൂക്കോസ് HI ആയിട്ട് ലോങ് ടൈം ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിംഗ്ലി ഹെക്സൈൻ ഫോം ചെയ്യും. സോ സി ഷുഡ് ബി മാർക്ക് ടുവേർഡ്സ് 3. ഗ്ലൂക്കോസ് ബ്രോമിൻ വാട്ടർ ആയിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്കറിയാം ബ്രോമിൻ വാട്ടർ ഇസ് എ മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ്. ഗ്ലൂക്കോസിലെ ആൽഡിഹൈഡ് ഗ്രൂപ്പിനെ മാത്രം കാർബോക്സിലിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും ആര്? ബ്രോമിൻ വാട്ടർ. സോ ഡി ഷുഡ് ബി മാർക്ക് ടുവേർഡ്സ് കറസ്പോണ്ടിംഗ്ലി ഗ്ലൂക്കോണിക് ആസിഡ്. സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് HNO3 വരുന്ന സമയത്ത് നമുക്കറിയാം ആൽഡിഹൈഡ് ഗ്രൂപ്പും ആസിഡായിട്ട് കൺവേർട്ട് ആവും, പ്രൈമറി ആൽക്കഹോൾ ഗ്രൂപ്പും ആസിഡായിട്ട് കൺവേർട്ട് ആവും, 2 കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പുകൾ ഉണ്ടാവും സാക്കറിക് ആസിഡിനകത്ത്. പക്ഷേ ബ്രോമിൻ വാട്ടർ മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ആൽഡിഹൈഡ് ഗ്രൂപ്പിനെ മാത്രമായിരിക്കും കാർബോക്സിലിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുക, വിച്ച് ഇസ് ഗ്ലൂക്കോണിക് ആസിഡ്. സോ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ A2, B4, C3, D1 ഓപ്ഷൻ വിൽ ബി 2.